ആറ്റിങ്ങൽ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ വീണ്ടും വിദ്യാർത്ഥി സംഘർഷം. കഴിഞ്ഞ ദിവസം 4 മണിയോടെ കൂടിയാണ് വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടായത്. വിവരമറിഞ്ഞ് പോലീസ് എത്തുമ്പോഴേക്കും വിദ്യാർത്ഥികൾ ചിതറിയോടി. നഗരസഭാ ബസ് സ്റ്റാൻഡിനുള്ളിൽ ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് വേണമെന്ന ആവശ്യം ശക്തമാണ്. ഇന്നലെ ട്യൂഷൻ പഠനത്തിനായി എത്തിയ വിദ്യാർത്ഥികൾ തമ്മിലായിരുന്നു സംഘർഷം. നമുക്ക് ദൃശ്യങ്ങളിൽ അത് കാണാം. 19ഓളം വിദ്യാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തല്ലുപിടിക്കുന്ന കാഴ്ച കാണാം. പോലീസ് എത്തിയപ്പോഴേക്കും ഇവർ ഓടി രക്ഷപ്പെട്ടു എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഒരുപക്ഷെ ഈ CCTV ദൃശ്യങ്ങളുടെയൊക്കെ സഹായത്തോടുകൂടി ഒരുപക്ഷെ ഈ കുട്ടികളെ കണ്ടെത്താനുള്ള ശ്രമം പോലീസ് നടത്തിയേക്കും എന്നാണ് മനസ്സിലാകുന്നത്. അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, സ്ഥിരമായി ഇത്തരം ദൃശ്യങ്ങൾ അഭിലാഷ് തന്നെ നമുക്ക് നൽകാറുണ്ട്. സ്ഥിരം സംഘർഷം ഉണ്ടാകുന്നൊരു മേഖലയാണെന്ന് മനസ്സിലാകുന്നു. എന്തായിരുന്നു ഇവർക്ക് പ്രകോപനമായത്? രഞ്ജിത്ത്, ആറ്റിങ്ങൽ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷം പതിവ് കാഴ്ച തന്നെയാണ്. ഇത് ബസ് സ്റ്റാൻഡിൽ എത്തുന്ന യാത്രക്കാർക്കും വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് പലപ്പോഴും ഉണ്ടാക്കുന്നത്. സാധാരണ ദിവസങ്ങളിൽ സ്കൂൾ പ്രവൃത്തി സമയം കഴിയുന്ന സമയങ്ങളിലായിരിക്കും ഈ സംഘർഷം അധികവും നടക്കുന്നത്. വിവിധ സ്കൂളുകൾ, ആറ്റിങ്ങലിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് ഈ ബസ് സ്റ്റാൻഡിനുള്ളിൽ ഈ സമയം ഒന്നിച്ചു കൂടുന്നത്. വിവിധ സ്കൂളുകളിലെ കുട്ടികൾ തമ്മിലാണ് സംഘർഷം പലപ്പോഴും ഉടലെടുക്കുന്നത്. സംഘർഷത്തിനിടെ ഈ ബസ് സ്റ്റാൻഡിലെ വിദ്യാർത്ഥികൾ ചിതറി ഓടുന്നതും ബസ്സുകൾക്ക് വേഗതയിൽ വരുന്ന ബസ്സുകൾക്ക് മുന്നിലേക്ക് ചാടുന്നതും ഒക്കെ സ്ഥിരം കാഴ്ച തന്നെയാണ്. ഇതൊരു വലിയ അപകടത്തിന് കൂടി വഴിവെക്കുമെന്ന് പറയാതെ വയ്യ. ഇവിടെ പോലീസ് എയ്ഡ് പോസ്റ്റിന്റെ ആവശ്യം നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നതാണ്. എന്നാൽ ഈ പോലീസ് എയ്ഡ് പോസ്റ്റ് ഇനിയും സ്ഥാപിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇവിടെ പോലീസിന്റെ ഒരു സാന്നിധ്യം പോലും പല സമയങ്ങളിലും ഉണ്ടാകാറില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. ഈ കഴിഞ്ഞ ദിവസം സ്കൂൾ അവധി ദിവസമായിരുന്നു. എന്നാൽ പാരലൽ കോളേജോ മറ്റും പഠിച്ചു വന്ന കുട്ടികളാണ് ഇവിടെ ഇത്തരത്തിൽ സംഘർഷം ഉണ്ടാക്കിയത്. 50ഓളം വിദ്യാർത്ഥികളാണ് സംഘർഷം ഉണ്ടായത്. ഈ സമയം ബസ് സ്റ്റാൻഡിനുള്ളിൽ പലപ്പോഴും ഈ സംഘർഷം നടക്കുന്ന സമയങ്ങളിലെല്ലാം ബസ് സ്റ്റാൻഡിനുള്ളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിൽക്കാറുണ്ട്. ഇതിനിടയിലാണ് ഇവർ സംഘർഷത്തിലേക്ക് എത്തുന്നത്. എന്തായാലും പോലീസിന്റെ നല്ലൊരു ശ്രദ്ധ തന്നെ ഈ കാര്യത്തിൽ ഉണ്ടായില്ലെങ്കിൽ വലിയൊരു അപകടത്തിലേക്ക് കൂടി ഇത് വഴിവെക്കുമെന്ന് തന്നെയാണ് പറയേണ്ടത്. രഞ്ജിത്ത്, ഏതായാലും വലിയ സംഘർഷമാണ് ഉണ്ടായത്. വിദ്യാർത്ഥികൾ പരസ്പരം ഏറ്റുമുട്ടുന്ന കാഴ്ച. ട്യൂഷൻ ക്ലാസ്സിലെ സംഘർഷം ഇപ്പോൾ ഇത്തരത്തിൽ കുട്ടികളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അത് പോലീസിന്റെ സാന്നിധ്യമാണ് ഒരു പരിധിവരെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നതിന് കാരണമെന്നാണ് അഭിലാഷ് റിപ്പോർട്ട് ചെയ്യുന്നത്.